ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ രാമനെ രാജാവായി വാഴിക്കാനുള്ള ആഗ്രഹം ഉടലെടുക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളുടെ പരിണതഫലമാണ് നാം അനുഭവിക്കേണ്ടി വരുന്ന ഓരോ ദുഃഖവും. ദശരഥ മഹാരാജാവ് മനസ്സുകൊണ്ട് രാമനെ അയോധ്യയുടെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. അതിനുള്ള പ്രായോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ മന്ത്രി പ്രമുഖനായ സുമന്ത്രരോട് ആവശ്യപ്പെടുന്ന ഭാഗത്ത് 5-ാം ദിവസത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു, എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരുമന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ, എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമിന്നിയേ സംഭരിച്ചിടുവൻ. ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയുമരുൾ ചെയ്തു, കേൾക്ക നാളെ പുലർകാലേ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം 4 കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ. ദിവ്യനാനാതീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങളമഴ്ത്തി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജവർണ്ണങ്ങൾ കൊണ്ടു വായ് കെട്ടിവെച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക 3 ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ. നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാങ്കണേ നിന്നു മനോഹരം. ഹസ്ത്യശ്വപത്തിരഥാതി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. രാമൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് അതിമനോഹരമാക്കാൻ അലങ്കാരങ്ങൾ കൊണ്ട് അയോധ്യയെ ഏറ്റവും മനോഹരമാക്കി തീർക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥീഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം നിന്നതു നേരം അറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതിഭക്ത്യാ രഘൂത്തമൻ പൊൽകലശസ്ഥിത നിർമ്മല വാരിണാതൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയൻ
അതീവ കേളിന്നു പാദോദകതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജാത്വൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അദ്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിത്തം അവതരിച്ചിടിന ശ്രീപതേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്കമായയാ മായാമനുഷ്യനായി ശ്രീനിധി. രാമൻ്റെ അവതാരോദ്ദേശത്തെക്കുറിച്ച് വസിഷ്ഠമുനി വ്യക്തമാക്കി തരികയാണ്. രാവണനെ കൊല്ലുവാനായിക്കൊണ്ട് ഭൂമിയിൽ അവതരിച്ച ജഗന്നാഥനാണ് രാമൻ എന്നുള്ള സത്യം സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് വരാത്ത വിധം മറച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാമനാകുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണെന്ന് ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് മുനി രാമനോട് പറയുകയാണ്. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാൻ അതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇപ്പോൾ രാമൻ സഹോദരനായ ലക്ഷ്മണനോട് പറയാണ്, നാളെ എനിക്ക് അഭിഷേകമാണ് നടക്കുന്നതെങ്കിലും സഹോദരനായ നീ എന്നെക്കാൾ ഒട്ടും മോശമല്ല. ഒരുപക്ഷെ ഭരണം എന്നെക്കാൾ നിർവഹിക്കേണ്ടി വരിക നീയാണ്. ഇത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്. രാമൻ മര്യാദാപുരുഷോത്തമനാകുന്നതും ഭാരതീയർക്ക് ആരാധ്യനാകുന്നതും ഈയൊരു കാരണം കൊണ്ടുകൂടിയാണ്. രാമനെ സ്ഥാനമാനാദികളൊട്ടും മോഹിപ്പിക്കുന്നില്ല. സ്ഥാനലബ്ധിയിലൊന്നും രാമന് സന്തോഷമില്ല. അതുതന്നെയാണ് രാമൻ്റെ മഹത്വം. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ചെറിയ ചെറിയ സ്ഥാനങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, മത്സരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണിത്. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും ദുർഗേ ഭഗവതി. ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചീടുകമ്പികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര.
നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരും ഒത്തു നിരൂപിച്ചു. വാണീ ഭഗവതി തന്നോടപേക്ഷിച്ചു, ലോകമാതാവേ സരസ്വതി ഭാരതി, വേഗാലയോധ്യയ്ക്കെഴുന്നള്ളുക വേണം, രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ ആമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധര തന്നെ നാവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചുകൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്നമരന്മാർ പറഞ്ഞോരനന്തരം. വാണിയും മന്ധരതൻ വദനാന്തരെ വാണീടിനാൾ ചെന്നു ദേവകാര്യർത്ഥമായി. അപ്പോൾ ത്രിവക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നോരു മന്ധരയെ കണ്ടു കൈകേയി താനും അവളോടു ചൊല്ലിനാൻ, മന്ധരേ ചൊല്ലു നീ, രാജ്യമെല്ലാടവും എന്തൊരു മൂലം അലങ്കരിച്ചിടുവാൻ. നാളീകലോചനാകിയ രാമനു നാളെ അഭിഷേകമുണ്ടെന്നു നിർണയം. ദുർഭഗേ മൂഢേ മഹാഗർവിതേ, കിടന്നെപ്പോഴും നീ ഉറങ്ങിയിടുന്നറിയാതെ ഏറിയോരാപത്തു വന്നെടുത്തു നിനക്കാരുമൊരു ബന്ധുവില്ലെന്നു നിർണയം. രാമാഭിഷേകമടുത്ത നാളുണ്ടെടോ കാമിനിമാർ കുലമൗലി മാണിക്യമേ. അയോധ്യയിൽ നടക്കുന്ന വലിയ ഉത്സാഹങ്ങളൊക്കെ കണ്ടപ്പോൾ കൈകേയിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. രാമൻ്റെ അഭിഷേകം നടക്കാൻ പോവുകയാണോ? കാരണം ഇനി അടുത്തത് രാമൻ തന്നെയാണ് രാജാവാകേണ്ടത്. അതിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ആ ദിവസം അടുത്തു വരുന്നു എന്ന സന്തോഷം കൈകേയിക്കും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദേവന്മാരുടെ ഇംഗിതപ്രകാരം മന്ധരയുടെ നാവിൽ നിന്ന് തെറ്റായ ചില വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. രാമനാണോ രാജാവാകേണ്ടത് എന്നുള്ളൊരു ചോദ്യം അത് മതിയല്ലോ. നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉയർത്താൻ ചില ചോദ്യങ്ങൾ മാത്രം മതി. ഒരു വാക്കുകൊണ്ടും ഒരു നോക്കുകൊണ്ടും വേണമെങ്കിൽ എല്ലാ സൗഹൃദത്തെയും സന്തോഷത്തെയും തകർക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് മന്ധര നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഇത്തമവൾ ചൊന്നതു കേട്ടു സംഭ്രമിച്ചുത്ഥാനവും ചെയ്തു കേകയപുത്രിയും ചിത്രമായൊരു ചാമീകരനൂപുരം ചിത്തമോദേന നൽകിയിടിനാളാദരാൽ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീലതിൻ. നില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിൽ ആരെയുമില്ല മറ്റോർക്ക നീ. അത്രയുമല്ല ഭരതനേക്കാൾ മമ പുത്രനാം രാമനെ സ്നേഹമെനിക്കേറും. രാമനും കൗസല്യാദേവിയേക്കാൾ എന്നെ പ്രേമമേറും നൂനമില്ലൊരു സംശയം. കൈകേയിക്ക് നിഷ്കളങ്കമായ സ്നേഹമാണ്. രാമൻ എന്ന് പറയുന്നത് എൻ്റെ പുത്രൻ തന്നെയാണ്, ഭരതന് സമനാണ് രാമൻ. കൈകേയിക്ക് അല്പം പോലും മനസ്സിൽ അങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ മന്ധരയുടെ പ്രവൃത്തി കൊണ്ട് ആ നിഷ്കളങ്കമായ മനസ്സ് കളങ്കപൂരിതമായി മാറുന്നത് നമ്മൾ രാമായണത്തിൽ കാണുകയാണ്. ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയുമില്ലെന്നറിക നീ. നല്ല വസ്തുക്കൾ എനിക്കു തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പൂ മമ നന്ദനൻ. ഇഷ്ടമില്ലാതൊരു വാക്കു പറകയിൽ ലൊട്ടുമേ ഭേദമവനിൽ ഒരിക്കലും. അശ്രാന്തമെന്നെ അത്രേ മടികൂടാതെ ശുശ്രൂഷ ചെയ്തു ന്യായം പ്രീതിപൂർവകം. മൂഢേ നിനക്കെന്തു രാമങ്കൽ നിന്നൊരു
പേടിയുണ്ടാവാൻ അവകാശമായതും സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. രാമനെക്കുറിച്ച് കൈകേയിയുടെ വാക്കുകളാണിത്. രാമൻ മഹാത്മാവാകുന്നു എന്നുള്ളത് ഓരോ കഥാപാത്രവും സമർത്ഥിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. രാമനെക്കുറിച്ച് കൈകേയി പറയുന്ന വാക്കുകൾ ഒന്നുകൂടി കേൾക്കുക. സർവജനപ്രിയനല്ലോ മമാത്മജൻ, നിർവൈരമാനസൻ, ശാന്തൻ, ദയാപരൻ. കേകയപുത്രിതൻ വാക്കുകൾ കേട്ടളവാകുലച്ഛേദസ പിന്നെയും ചൊല്ലിനാൾ, പാപേ മഹാഭയകാരണം കേൾക്ക നീ, ഭൂപതി നിന്നെ വഞ്ചിച്ചതറിഞ്ഞീലേ. തൊൽപുത്രനായ ഭരതനെയും ബലാൽ തൽപ്രിയനായ ശത്രുഘ്നനെയും നൃപൻ മാതുലനെ കാൺമതിനായി അയച്ചതും ചേതസി കൽപ്പിച്ചുകൊണ്ടു തന്നെ ഇതും. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രിക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു. നിർഭാഗ്യയായോരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക. കൗസല്യാനന്ദനൻ തന്നെ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും. ഭാവിക്കയും വേണ്ട രാജത്വമേതുമേ, നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാം ഒരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാം. സാപജ്ഞജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വാഴ്കയിൽ നല്ലൂ, മരണമതിനില്ല സംശയം. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്ക നീ, ഉത്സാഹമുണ്ടു നിനക്കെങ്കിൽ ഇക്കാലം തൊൽസുതൻ തന്നെ വാഴിക്കും നരവരൻ. രാമനീരേഴാണ്ടു കാനനവാസവും ഭൂമിപാലാജ്ഞയാ ചെയ്യുമാറാക്കണം. നാടടക്കം ഭരതന്നു വരുമതി പ്രൗഢകീർത്തിയാ നിനക്കും വസിക്കാം ചിരം. വേണമെന്നാകിലതിനൊരു ഉപായവും പ്രാണസമേ തവ ചൊല്ലിത്തരുവൻ ഞാൻ. ആ നല്ല മനസ്സിൽ ചില സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് മന്ധര. അങ്ങനെ കൈകേയിയുടെ മനസ്സ് മാറ്റിയെടുക്കുകയാണ്. അതുവരെ അയോധ്യയിൽ നിലനിന്നു വന്ന എല്ലാ സന്തോഷവും ഇല്ലാതാകാൻ വേണ്ടി പോവുകയാണ്. എപ്പോഴും പരദൂഷണം നാശത്തിന് മാത്രമേ ഉപകരിക്കൂ. നമുക്ക് വലിയൊരു തെളിവായിട്ട് രാമായണത്തെ മുന്നിൽ വെക്കാം. മുന്നം സുരാസുരയുദ്ധേ ദശരഥൻ തന്നെ മിത്രാർത്ഥം മഹേന്ദ്രനർത്ഥിക്കയാൽ മന്നവൻ ചാപബാണങ്ങളും കൈക്കൊണ്ടു തന്നെ സൈന്യസമേതം തേരിലേറിനാൻ. നിന്നോടുകൂടവേ വിണ്ണിലകം പുക്കു സന്നദ്ധനായി ചെന്നസുരരോടേറ്റപ്പോൾ ഛിന്നമായി വന്നു രഥാക്ഷകീലം പോരിലെന്നതറിഞ്ഞതുമില്ല ദശരഥൻ. സത്വരം കീലരന്ധ്രത്തിങ്കൽ നിന്നുടെ ഹസ്തദണ്ഡം സമാവേശ്യ ധൈര്യേണ നീ ചിത്രമത്രേ പതിപ്രാണരക്ഷാർത്ഥമായി യുദ്ധം കഴിവോളമങ്ങനെ നിന്നതും. ശത്രുക്കളെ വധം ചെയ്തു പൃഥ്വീന്ദ്രനും യുദ്ധനിവൃത്തനായോരു ദശാന്തരേ നിൻ തൊഴിൽ കണ്ടതി സന്തോഷമുൾക്കൊണ്ടു ചെന്തളിർമേനി പുണർന്നുടൻ പുഞ്ചിരി പൂണ്ടു പറഞ്ഞിതു ഭൂപനും നിൻ ചരിതം നന്നു നിരൂപിച്ചാൽ. അന്ന് ദേവാസുര യുദ്ധകാലത്ത് നീ ചെയ്ത വലിയൊരു കാര്യത്തെ നൃപൻ പ്രകീർത്തിച്ചത് നീ മറന്നു പോകരുത്. ആ സമയത്ത് നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ള 2 വരങ്ങളുണ്ട്. ആ വരങ്ങളും നീ മറന്നു പോകരുത്. അത് ഉപയോഗപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സമയം സമാഗതമായിരിക്കുന്നു. അത് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ കൈകേയി എന്ന് മന്ധര പറഞ്ഞ് പഠിപ്പിക്കുകയാണ് കൈകേയിയെ. 2 വരം തരാം നീ എന്നെ രക്ഷിച്ചു കൊണ്ടതുമൂലം, വരിച്ചു കൊണ്ടാലും നീ ഭർത്തൃവാക്യം കേട്ടു നീയും അന്നേരത്ത് ചിത്തസമ്മോദം കലർന്നു ചൊല്ലിയിടിനാൾ. ദത്തമായൊരു വരദ്വയം സാദരം ന്യസ്തം ഭവതി
മയാ നൃപതീശ്വര. ഞാനൊരവസരത്തിങ്കൽ അപേക്ഷിച്ചാൽ ഊനം വരാതെ തരികെന്നതേ വീണ്ടു എന്നു പറഞ്ഞിരിക്കുന്ന വരദ്വയമിന്നപേക്ഷിച്ചു കൊള്ളേണം മടിയാതെ. 2 വരം അനുവദിച്ചു കൊടുത്തപ്പോൾ അത് കൈക്കലാക്കാൻ കൈകേയി എന്ന് തയ്യാറായില്ല. പകരം എനിക്കിപ്പോഴതിൻ്റെ ആവശ്യമില്ല, അവസരം വരുന്ന സന്ദർഭത്തിൽ അനുവദിച്ചു തന്നാൽ മതി എന്ന് ദശരഥ മഹാരാജാവിനോട് പറഞ്ഞിരുന്നു. ആ 2 വരങ്ങൾ ഇപ്പോൾ തന്നെ ആവശ്യപ്പെടണമെന്നാണ് മന്ധര കൈകേയിയോട് പറയുന്നത്. മന്ധര ചൊന്ന പോലെ അതിനേതു മുരന്തരം കൂടാതെ ചെന്നു കൈകേയിയും പഥ്യമിതൊക്കെ തനിക്കെന്നു കൽപ്പിച്ചു ചിത്തമോഹേന കോപാലയം മേവിനാൾ. കൈകേയി മന്ധരയോടു ചൊന്നാളിനി രാഘവൻ കാനനത്തിനു പോവോളവും ഞാനിവിടെ കിടന്നിടുവനല്ലായെങ്കിൽ പ്രാണനേയും കളഞ്ഞിടുവൻ നിർണയം. ഭൂപരിത്രാണാർത്ഥമിന്നു ഭരതനു ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്കു ഭോഗാർത്ഥമായി നൽകുവൻ 100 ദേശങ്ങൾ, അതിനില്ല സംശയം. ഏതുമതിനൊരിളക്കം വരായെങ്കിൽ നീ ചേതസി ചിന്തിച്ച കാര്യം വരും ദൃഢം എന്നു പറഞ്ഞു പോയിടിനാൾ മന്ധര. പിന്നെ യൗവണ്ണമനുഷ്ഠിച്ചു രാജ്ഞിയും. ധീരനായേറ്റം ദയാന്വിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജന നിന്ദ്യനായി വന്നുകൂടും ദൃഢം. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സത്പുമാൻ. എന്തുകൊണ്ടും നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ടുന്നതും പാലിക്കേണ്ടുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മത്തെ രാമായണം മുന്നോട്ട് വയ്ക്കുകയാണ്. അയാൾ ധർമ്മിഷ്ഠനല്ല, പാപിയാണ്, തെറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് മനസ്സിൽ ബോധ്യം വന്നാൽ അവരിൽ നിന്നും അകലം പാലിച്ചേ പറ്റൂ. അവരെ നന്നാക്കാൻ ശ്രമിക്കണമെന്ന് പോലുമില്ല. ദുഷ്ടന്മാരിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശീലിക്കണമെന്ന് രാമായണം പറയുകയാണ്. മന്ധരയുടെ സാമീപ്യമാണ് കൈകേയിയെ കൂടി ദുഷ്ടയാക്കി മാറ്റിയത്. കൈകേയി ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ദുഷ്ടസംസർഗം കൊണ്ട് കൈകേയിയും ദുഷ്ടയായി പരിണമിക്കുകയാണ്. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാദരൽ പങ്കജനേത്രാഭ്യുദയം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ടന്തപ്പുരമകം പുക്കരുളിയിടിനാൻ. അന്നേരമാത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണായിക കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനും ചിത്തതാരിങ്കൽ നിരൂപിച്ചിതീദൃശം. മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധോ മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ. സുന്ദരിയാമവളിന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നിതുന്മേഷമെൻ മാനസേ. ഞാനിവിടെ വരുമ്പോൾ തന്നെ സന്തോഷത്തോടെ ഓടി വന്ന് എന്നെ എതിരേൽക്കുന്ന ഈ കൈകേയി എവിടെ പോയി? ചൊല്ലുവിന്ദാസികളെ ഭവസ്വാമിനി കല്യാണഗാത്രി മറ്റെങ്ങു പോയിടിനാൾ. ഏവം നരപതി ചോദിച്ച നേരത്തു ദേവി തന്നാളികളും പറഞ്ഞിടിനാർ. ക്രോധാലയം പ്രവേശിച്ചതിൻ മൂലമേതുമറിഞ്ഞീല ഞങ്ങളോ മന്നവാ. തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതു കേട്ടു ഭയേന മഹീപതി ചെന്നങ്ങരികത്തിരുന്നു സസംഭ്രമം. മന്ദമന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലെന്തിതു വല്ലഭേ. നാഥേ വെറും നിലത്തുള്ള പൊടിയണിഞ്ഞാതങ്കമോടു കിടക്കുന്നതെന്തു നീ? ചേതോ വിമോഹന രൂപേ ഗുണശീലേ
ഖേദമുണ്ടായതെന്തെന്നോടു ചൊൽകെടോ. മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രയം ചെയ്യുകയുമില്ല നിനക്കെടോ. നാരികളോ നരന്മാരോ ഭവതിയോടാരൊരു വിപ്രിയം ചെയ്തതു വല്ലഭേ. ദണ്ഡ്യനെന്നാകിലും വധ്യനെന്നാകിലും ദണ്ഡമെനിക്കതിനില്ല നിരൂപിച്ചാൽ. ഇവിടെ രാജാവായ ദശരഥ മഹാരാജാവിനുള്ളൊരു പോരായ്മയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. കൈകേയി നീ പറയുകയാണെങ്കിൽ, ഒരാൾ തെറ്റ് ചെയ്യാത്തവനാണെങ്കിൽ പോലും നീ അവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും. ഇതൊരു രാജാവ് പറയാൻ പാടില്ലല്ലോ. പക്ഷെ ഔവിധത്തിലാണ് ദശരഥ മഹാരാജാവ് കൈകേയിക്ക് വാക്കു കൊടുക്കുന്നത്. ഒരിക്കലും ഒരു രാജാവ് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പരാജയത്തിനുള്ള കാരണമായി ഭവിക്കുന്നതും. നിർധനനെത്രയും ഇഷ്ടൻ നിനക്കെങ്കിൽ അർത്ഥപതിയാക്കി വെപ്പവന ഞാൻ. അർത്ഥവാനേറ്റമനിഷ്ടൻ നിനക്കെങ്കിൽ നിർധനനാക്കുവേനെന്നും അവനെ ഞാൻ. വധ്യനേ നൂനമവധ്യനാക്കിയിടുവൻ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടുകിൽ. നീ പറഞ്ഞാൽ എന്ത് തെറ്റും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഒരിക്കലും ഒരു രാജാവ് പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണ് ദശരഥ മഹാരാജാവ്. അർത്ഥവാനെ നിർധനനാക്കാം, നിർധനനെ അർത്ഥവാനാക്കാം. ശിക്ഷ അർഹിക്കാത്തവനെ ശിക്ഷിക്കാം, ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കാതിരിക്കാം. ഇങ്ങനെയൊക്കെ പറയാമോ? നൂനം നിനക്കധീനം അവൻ ജീവനം മാനിനീ ഖേദിപ്പതിനെന്തു കാരണം. മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നതിപ്പോൾ എനിക്കു മൽപുത്രനാം രാഘവൻ. അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ. അങ്കനാരത്നമേ ചെയ്വൻ തവഹിതമിങ്ങനെ ഖേദിപ്പിയായികമാം വല്ലഭേ. നീ എന്തു പറഞ്ഞാലും അത് ഞാൻ ചെയ്തു തരാം. അല്ലയോ കൈകേയി, നീ ദുഃഖിക്കരുത്. അത് കണ്ടു സഹിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്ന് രാജാവ് പറയുകയാണ്. കണ്ണുനീരും തുടച്ചുദ്ധാനവും ചെയ്തു മന്നവൻ തന്നോടു മന്ദമുര ചെയ്താൽ. സത്യപ്രതിജ്ഞനായുള്ള ഭവാൻ മമ സത്യം പറഞ്ഞതു നേരെങ്കിൽ എന്നുടെ പഥ്യമായുള്ളതിനെ പറഞ്ഞിടുവൻ വ്യർത്ഥമാക്കിയിടായിക സത്യത്തെ മന്നവാ. അങ്ങ് പറഞ്ഞ വാക്കുകൾ സത്യമാണെങ്കിൽ ഇനി മാറ്റി പറയരുത്. എനിക്ക് തന്ന വാക്ക് അങ്ങ് പാലിക്ക തന്നെ വേണം. എങ്കിലോ പണ്ടു സുരാസുരയോധനെ സങ്കടം തീർത്തു രക്ഷിച്ചേൻ ഭവാനി ഞാൻ. സന്തുഷ്ടചിത്തനായെന്നു ഭവാൻ മമ ചിന്തിച്ചു 2 വരങ്ങൾ നൽകിയില്ലയോ. വേണ്ടുന്ന നാൾ അപേക്ഷിക്കുന്നതുണ്ടെന്നു വേണ്ടും വരങ്ങൾ തരികെന്നു ചൊല്ലി ഞാൻ വെച്ചിരിക്കുന്നു ഭവാങ്കൽ. അതു 2 ഇച്ഛയുണ്ടിന്നു വാങ്ങിയിടുവാൻ ഭൂപതേ. എന്നതിലൊന്നു രാജ്യാഭിഷേകം ഭവാൻ ഇന്ന് ഭരതനു ചെയ്യണമെന്നതും പിന്നെ മറ്റേതു രാമൻ വനവാസത്തിനിന്നു തന്നെ ഗമിക്കേണമെന്നുള്ളതും. ഭൂപതി വീരൻ ജടാവൽക്കലം പൂണ്ടു താപസവേഷം ധരിച്ചു വനാന്തരേ കാലം 14 വത്സരം വാഴണം. മൂലഫലങ്ങൾ ഭുജിച്ചു മഹീപതേ. ഭൂമി പാലിപ്പാൻ ഭരതനെ അക്കണം. രാമനുഷസി വനത്തിനു പോകണം. എന്നിവ 2 വരങ്ങളും നൽകുകിൽ ഇന്നു മരണമെനിക്കില്ല നിർണയം എന്നു കൈകേയി പറഞ്ഞോരനന്തരം മന്നവൻ മോഹിച്ചു വീണാനവനിയിൽ. വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരത്തെ ചേതസാ വീണിതു ഭൂപനും. വജ്രമേറ്റദ്രിപതിച്ച പോലെ ഭുവി സജ്വരച്ഛേതസാ വീണിതു ഭൂപനും. പിന്നെ മുഹൂർത്തമാത്രം ചെന്ന നേരത്തു കണ്ണുനീർ വാർത്തു വിറച്ചു നൃപാധിപൻ. ദുസ്സഹ വാക്കുകൾ കേൾക്കായതെന്തയ്യോ. ദുസ്വപ്നമാഹന്ത കാൺകയോ ഞാനിഹ
ചിത്തഭ്രമം ബലാലുണ്ടാകയോ മമ മൃത്യു സമയമുപസ്ഥിതമാകയോ കിം കിമേതൽ കൃതം ശങ്കരാ ദൈവമേ പങ്കജലോചന ഹാ പരബ്രഹ്മമേ. വ്യാഘ്രിയെപ്പോലെ സമീപേ വസിക്കുന്ന മൂർഖമതിയായ കൈകേയി തന്മുഖം നോക്കി നോക്കി ഭയം പൂണ്ടു ദശരഥൻ ദീർഘമായി വീർത്തു വീർത്തേവ മുര ചെയ്തു. എന്തിവണ്ണം പറയുന്നിതു ഭദ്രേ നീ, എന്തു നിന്നോടു പിഴച്ചിതു രാഘവൻ. മൽപ്രാണഹാനികരമായ വാക്കു നീ ഇപ്പോൾ ഉര ചെയ്വതിനെന്തു കാരണം? എന്നോടു രാമഗുണങ്ങളെ വർണ്ണിച്ചു മുന്നമെല്ലാം നീ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. എന്നെയും കൗസല്യാദേവിയെയും അവൻ തന്നുള്ളിലൊരു ഭേദമൊരിക്കലും എന്നല്ലോ മുന്നം പറഞ്ഞിരുന്നു. നിനക്കിന്നിതു തോന്നുവാൻ എന്തൊരു കാരണം? നിന്നുടെ പുത്രരു രാജ്യം തരാമല്ലോ, ധന്യശീലേ രാമൻ പോകേണമെന്നുണ്ടോ? രാമനാലേതും ഭയം നിനക്കുണ്ടാക, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞുപോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും. നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോടു ചൊല്ലിയിടിനാൾ, ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവൻ ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്നു ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൽ. അസത്യം പറയരുത്. അങ്ങ് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. 2 വരങ്ങൾ തരാമെന്ന് അങ്ങ് സമ്മതിച്ചതാണ്. ഇനി അത് മാറ്റിപ്പറയാൻ അങ്ങേക്ക് കഴിയുകയില്ല എന്ന് കൈകേയി ദശരഥ മഹാരാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ദശരഥ മഹാരാജാവ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിപ്പോയി ദശരഥ മഹാരാജാവ്. അന്നേരം ആദിത്യനുദിച്ചീടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലെന്നും എന്തൊരു മൂലമതിനെന്നു മാനസേ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം ബുക്കാനതിദ്രുതം. രാജീവമിത്ര ഗോത്തോദ്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവര ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചുദ്ധാനവും ചെയ്തു വന്നിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിത്താകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോടു ചോദിച്ചാൻ. ദേവനാരീ സമേ രാജപ്രിയതമേ ദേവീ കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജവല്ലഭേ ചൊല്ലുകെന്നോടെന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നുടെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ. രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സി ചിന്തിക്കയും ഉദ്വൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തം ആകുലനായിതു മന്നവൻ. രാമനെ കാണാഞ്ഞു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ. ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകർണ്യ ഞാനിഹ രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ. ചെന്നു നീ തന്നെ വരുത്തുക രാമനെ സുന്ദരനായോരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം. സുന്ദരനായൊരു
രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.